ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പേളിമാണിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളൊരു വീഡിയോ. ആ വീഡിയോയ്ക്ക് എക്സ്പ്ലനേഷനായിട്ട് പേളിമാണി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കാണാം. Hello everyone, welcome to Pearly Mani's YouTube channel. ഒരു അൺയൂഷ്വൽ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് ടുഡേ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ ഡു ദിസ് വീഡിയോ. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. ബിക്കോസ് നിങ്ങളിൽ കുറേ പേരെ ഞാൻ ഹേർട്ട് ചെയ്തിരിക്കുകയാണ്. എൻ്റെ വാക്കുകൾ കൊണ്ടും എൻ്റെ പോസ്റ്റിലെ കുറച്ച് കാര്യങ്ങൾ എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. ദാറ്റ് ഈസ് വൈ ഐ എം ഹിയർ. ഫ്യൂ ഡേയ്സ് അഗോ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇറ്റ്സ് അബൌട്ട് ദി എൻറ്റയർ നീറ്റ് ഇഷ്യൂ ദാറ്റ്സ് ഹാപ്പനിങ്. അതിനെക്കുറിച്ച് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഇടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് വരെ എനിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പേളി പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ DM-ലൊക്കെ കുറേ മെസ്സേജ് വന്നിരുന്നു. സോ ഐ ടുക്ക് മൈ ടൈം. ഞാൻ കുറേ റീൽസും, നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് ചാനൽസുമാണ്, ഇൻസ്റ്റഗ്രാമിലെ റീൽസുകളും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ രീതിയിൽ ഞാനൊരു കാര്യം എഴുതി. എൻ്റെ ഒരു നോട്ട് പാഡിൽ ഞാൻ എഴുതി പോസ്റ്റ് ചെയ്ത സാധനം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഐ വോണ്ട് ടു റീഡ് ഇറ്റ്. ഞാൻ കുറച്ച് മലയാളത്തിലും കൂടി എൻ്റെ രീതിയിൽ ഞാൻ തർജ്ജമയും ചെയ്യുന്നതായിരിക്കും. The past few days have been very painful and they have forced all of us to pause and reflect. കുറച്ച് നാളായിട്ട് നമ്മളെല്ലാവരും വേദനയിലാണ് ബിക്കോസ് ഓഫ് ദ ന്യൂസ് വാട്ട്സ് ഹാപ്പനിങ്. ആൻഡ് അത് നമ്മളെല്ലാവരെയും ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നു. We have witnessed the strength, unity and determination of the young people of our country. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രെങ്ത്, ശക്തി, യൂണിറ്റി, ഒരുമ, ആൻഡ് ദ ഡിറ്റർമിനേഷൻ, അതായത് ഇത് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനാണ്. ഇഫ് യുവർ ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ, ഗോ ബാക്ക് ഹോം. നോ കോസ് ഇസ് വർത്ത് ലൂസിങ് എ ലൈഫ് ഓവർ. ഇതാണ് ഞാൻ ചിന്തിച്ചത്. നിങ്ങളാരും ഹേർട്ടാവരുത്, അയ്യോ ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ, നിങ്ങളുടെ ലൈഫ് ഡേഞ്ചറാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ പോ എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആരുമല്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ അങ്ങനത്തെ ഒരു കാര്യം പറയാൻ ഞാൻ ആരുമല്ല. ഐ എം എ നോ ബഡി. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ എഴുതിയിരിക്കുന്നത് എവ്രി സ്റ്റുഡൻറ്റ് ഇസ് സമൺസ് ചൈൽഡ്. ഓരോ സ്റ്റുഡൻറ്റും ഒരാളുടെ കുഞ്ഞാണ്, ഒരാളുടെ ഡ്രീമാണ്, സംബഡീസ് ഡ്രീം, സമൺസ് എൻറ്റയർ വേൾഡ്, ഒരാളുടെ ലോകമാണ് ഓരോ കുഞ്ഞുമക്കളും. Like so many others, I believe our students deserve an education system that is transparent, fair, and gives every child an equal opportunity to succeed. നമ്മളെല്ലാവരെയും പോലെ, നിങ്ങളെല്ലാവരും അങ്ങനെയായിരിക്കും ആലോചിക്കുന്നത്, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ഡിസേർവ് ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ദാറ്റ് ഇസ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഫെയർ, എല്ലാവർക്കും ഒരേപോലെ ഫെയർ ആയിരിക്കുന്ന, ആൻഡ് ഗിവ്സ് എവറി ചൈൽഡ് an equal opportunity to succeed. ജയിക്കാൻ ഒരു ഈക്വൽ ആയിട്ടുള്ള അവകാശം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. They deserve to be heard. അവരെല്ലാവരും കേൾക്കണം. They deserve, അതും അവരുടെ അവകാശമാണ്. They deserve to feel safe while expressing themselves peacefully. They deserve, അവരുടെ അവകാശമാണ്. അവരൊരു കാര്യം പറയുന്ന സമയത്ത് അവർ സേഫായിട്ടുള്ള ഒരു എൻവയറമെൻറ്റും അവർ ഡിസേർവ് ചെയ്യുന്നു. എസ്പെഷ്യലി പീസ്ഫുള്ളായിട്ട് അവരൊരു കാര്യം അവർ പറയുന്ന സമയത്ത്. അറ്റ് ദ സെയിം ടൈം, ഇതെല്ലാം പറയുമ്പോഴും ഐ ഹോപ്പ് ദാറ്റ് ദ ഒറിജിനൽ പേർപ്പസ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ഇസ് നെവർ ഓവർ ഷാഡോഡ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഒരു വലിയ കാര്യം നടക്കുമ്പം ഇവരുടെ ഈ ഒരു കോസ് ഓവർ ഷാഡോ ആവരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. വെനെവർ എനി മൂവ്മെൻറ്റ് grows this large, emotions run high, different voices emerge, and the conversation can become more complex. ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ, കുറേ ആൾക്കാർ കൂടുമ്പോൾ, ചാൻസസ് ആർ ഹൈ ദാറ്റ് ഈ മെയിൻ കോസ് അതിൽ മുങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ദ കോൺവെർസേഷൻ ക്യാൻ ബിക്കം മോർ കോംപ്ലെക്സ്.
My hope is that the focus always remains on the student and the future they are asking to build. I hope, അതായത് എൻ്റെ ആഗ്രഹം, ഞാൻ ഹോപ്പ് ചെയ്യുന്നത് ഇതാണ്, നമ്മുടെ സ്റ്റുഡൻസിൻ്റെ വോയിസും അവരാവശ്യപ്പെടുന്ന കാര്യവും ഈ വലിയ ഒച്ചയുടെ ഇടയിൽ അത് മുങ്ങിപ്പോകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ബിലീവ് ഇൻ ദ റൈറ്റ് ടു പീസ്ഫുൾ എക്സ്പ്രഷൻ. ഞാൻ വിശ്വസിക്കുന്നത് പീസ്ഫുൾ എക്സ്പ്രഷനിലാണ്. ഐ ഡു നോട്ട് ബിലീവ് ഇൻ വയലൻസ്, നോ മാറ്റർ ഹൂ ഇറ്റ് കംസ് ഫ്രം. ഞാൻ ഒരിക്കലും വയലൻസിൽ വിശ്വസിക്കുന്നില്ല. ഹിസ്റ്ററി റിമെമ്പേഴ്സ് മൂമെൻറ്റ്സ് not only for who they began, why they began, but also how they unfolded. ഹിസ്റ്ററി എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, എങ്ങനെ ഒരു കാര്യം നടന്നു, അതെങ്ങനെയാണ് അത് അവസാനിച്ചത്, അതിൻ്റെ ആ മൊത്തം ജേർണി ഒരു ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പം നമ്മളതെല്ലാം ഓർക്കും. My hope is that when we look back years from now, we remember courage, compassion, meaningful change, and a generation that helped shape a stronger India. So I hope ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കാര്യം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഒരു ജനറേഷനെയാണ്, ഒരു ജനതയാണ് ദാറ്റ് ഹെൽപ്ഡ് കറേജോടെ, ധൈര്യത്തോടെ, കമ്പാഷൻ, സ്നേഹത്തോടെ, അറ്റ് ദ സെയിം ടൈം ഒരു മീനിങ് ചേഞ്ചിന് വേണ്ടി. അതായത് പുള്ളി ഇംഗ്ലീഷിലാണല്ലോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടത്, അപ്പോൾ അത് പുള്ളിക്കാരത്തി മലയാളത്തിൽ ഇവിടെ തർജ്ജമ ചെയ്ത് തരുവാണ്. പുള്ളിക്കാരി എന്താണ് ഇതിലൂടെ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ആക്കി ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടി നോക്കിയത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഞാൻ ചിന്തിച്ച രീതി, അതായത് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരുന്ന ഒരു കാര്യം, ഇവരെന്തൊരു ബോൾഡ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്. 2 കുട്ടികളെയും വെച്ചിട്ട് അവരുടെ കരിയർ നോക്കുന്നു, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ബോൾഡ് ആയിട്ടുള്ള ലേഡി, നല്ല പക്വതയുള്ളൊരു ലേഡി, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ബട്ട് പലരുടെയും മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വരണം, അപ്പോഴാണ് അവരുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ. കൈവിട്ട ആയുധവും ആവിട്ട വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല പേളി ചേച്ചി. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ കമൻറ്റുകളായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാനത് പറയുന്നത് നിങ്ങൾ സേഫായിട്ടിരിക്കണേ എന്ന് പറയുന്നതിൻ്റെ കൂടെയാണ് ഞാനത് പറയുന്നത്. ഐ എം നോട്ട് സെയിങ് നിങ്ങളിത് നിർത്തിയിട്ട് നിങ്ങൾ വീട്ടിൽ പോകണം, ആ ഒരു മൂഡിൽ പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആരുമല്ല. ഐ എം നോ ബഡി ടു സേ ദാറ്റ്. അത് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഐ എം സെയിങ് ജസ്റ്റ് ബി സേഫ്, ബിക്കോസ് ഞാൻ ഈ റീൽസൊക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോരയും ഇതെല്ലാം കണ്ട് ഞാൻ ആ ഫിയറിൽ നിന്നും ആ പെയിനിൽ നിന്നുമാണ് ഈ ഒരു പോസ്റ്റ് ഞാൻ ഇടുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കുറേ DM-ൽ ഒരു പോസ്റ്റ് മാത്രം എനിക്ക് കുറേ പേര് എടുത്തെഴുതാൻ തുടങ്ങി, ഇങ്ങനെ ഒരാൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ പോസ്റ്റ് കണ്ടു, എനിക്ക് ഭയങ്കര ഹേർട്ടായി, ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നുവെച്ചാൽ ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ, അതിനകത്തൊരു ലൈനാണ് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്തത്. ഇത് ഞാൻ ആരും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്, പക്ഷേ എന്നെ ഹേർട്ട് ചെയ്തൊരു മെയിൻ സാധനം എന്താണെന്ന് വെച്ചാൽ, ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഗ്രേവിൽ ഞാൻ തുപ്പുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം വന്നു. എനിക്കത് ഭയങ്കര, സത്യമായിട്ടും എനിക്കത് ഭയങ്കര ഹേർട്ടായി. അത് കണ്ടപ്പം ഇത്രയും മോശമായിട്ട് ഞാൻ ഓണസ്റ്റായിട്ടും എൻ്റെ മനസ്സിൽ തട്ടി എഴുതിയൊരു സാധനം ഇത്രയും നെഗറ്റീവായിട്ട് അതിനെ വ്യാഖ്യാനിച്ചപ്പം എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ എന്നിട്ട് ഞാൻ വിചാരിച്ചു റിയാക്ട് ചെയ്യണ്ട വിട്ടുകളാ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ സാധനം തന്നെ എൻ്റെ കമൻസിലും വരാൻ തുടങ്ങി. നീ അവരെ നോക്കി തുപ്പുവാണ്, ആ ഒരു ചീത്ത രീതിയിലൊക്കെ കമൻസൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഹേർട്ടായി. രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല, എനിക്കിതിനോട് റിയാക്ട് ചെയ്യണം. ഞാനപ്പോൾ ആംഗ്രി ആയി, എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്. സോ ഐ വാസ് ഹേർട്ട് ആൻഡ് ഐ തോട്ട് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്റ്റോറി എഴുതി. ആ സ്റ്റോറിയാണ് നിങ്ങളുടെ മുമ്പിൽ പിന്നെ വന്ന ഒരു സ്റ്റോറി. ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്താ വെച്ചാൽ അതിലൊരു കാര്യം ഞാൻ എഴുതിയത് അതൊരു വലിയ തെറ്റായിരുന്നു ഞാൻ എഴുതിയത്. അതുകൊണ്ട് ഞാൻ ഒരു 15-20 കുറച്ച് നേരം കഴിഞ്ഞിട്ട്, കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാനത് ഡിലീറ്റും ചെയ്തു.
വെച്ചാൽ അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എനിക്കറിയാം എന്തായാലും സ്ക്രീൻഷോട്ട് പോകും. പക്ഷെ എനിക്കതിനോട് യോജിപ്പ് എനിക്ക് തന്നെ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനകത്ത് ഞാൻ ഈ പോസ്റ്റ് ഇട്ട ആളെ ഒരു ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. നമ്മൾ ആരെയും അങ്ങനെ വിളിക്കാൻ പാടില്ല ഒരു ഫെയിൽഡ് എന്നോ. നമ്മൾ ആരുമല്ല അങ്ങനെ ഒരാളെ വിളിക്കാൻ. അങ്ങനെയല്ല എൻ്റെ പേരൻസ് എന്നെ വളർത്തിയത്. അത് വളരെ വലിയൊരു തെറ്റായി. അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് അങ്ങനെ വിളിച്ചതിന്. ഐ എം സോറി. ഐ ഡിഡ്ന്റ് മീൻ ടു സേ ദാറ്റ് ആൻഡ് ഐ എം സോറി ഇഫ് ഐ ഹേർട്ട് യു ബൈ സേയിങ് ദാറ്റ്. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതിയിരുന്നു, നേരത്തെ പോസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എന്നെക്കുറിച്ച് എഴുതിയ ആ പോസ്റ്റിൽ ലാസ്റ്റിൽ എഴുതിയിരുന്നു. എൻ്റെ പോസ്റ്റിൽ ഞാൻ ക്യാൻവയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ആപ്പുണ്ട്. എഴുതിയ കാര്യം ഞാൻ നോട്ട് പാഡിനെടുത്ത് ക്യാൻവയിൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ ഒരു റേഷ്യോന് വേണ്ടി ഒന്ന് അടിച്ചപ്പം കുറേ ഫോർമാറ്റിൽ അതിലാദ്യം വന്നതിൽ ഞാനിത് പോസ്റ്റ് ചെയ്യുകയും വേറൊന്നും ഞാൻ അത്രയും ഡീപ്പായിട്ട് ഞാൻ ചിന്തിക്കാണ്ടാണ് അത് ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്തു. ഞാനതങ്ങനെ അപ്ലോഡ് ചെയ്തു. ഈ കളറിൽ ഒരു വ്യാഖ്യാനം അദ്ദേഹം എൻഡിൽ കൊടുത്തിരുന്നു. ഈ കളർ കണ്ടാൽ അറിയാം എന്താണ്, ഏത് പാർട്ടീനെയാണ് കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ടിയുടെ ഭാഗമാക്കി കാണിക്കുന്ന രീതിയിൽ എനിക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് യെസ് ഐ ലവ് സാഫ്രൻ ആൻഡ് ഐ ലവ് ഇറ്റ് മോസ്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഇതെഴുതി ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരും അപ്പോഴേക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. അത് അദ്ദേഹത്തിനുള്ളൊരു മറുപടിയായിരുന്നു. സത്യം പറയാമല്ലോ, ഞാൻ കേരളത്തിൽ ഇത്രയും വർഷമായി നിങ്ങളുടെ മുമ്പിലാണ് ഞാൻ വളരുന്നത്. 18 വയസ്സ് തൊട്ട് ഞാൻ തുടങ്ങിയാണ് എൻ്റെ ഈ കരിയർ നിങ്ങളുടെ മുൻപിൽ. ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളോവേഴ്സ് കൗണ്ട് തന്നെയാണ്. ഇവരുടെയൊക്കെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്, അല്ലെങ്കിൽ യൂട്യൂബിനെ ബേസ് ചെയ്തിട്ടാണ്. എത്ര കിടന്ന് മെഴുകിയിട്ട് ഒരു കാര്യമില്ല. ആ പോസ്റ്റ് വായിച്ചവർക്കറിയാം നിങ്ങൾ എന്താണ് അതിലൂടെ ഉദ്ദേശിച്ചതെന്ന്. വരുമാനം കുറയുമോ എന്നുള്ള ഭയം അത് നമുക്ക് കാണും. അതുകൊണ്ടാണ് പുതിയൊരു മെഴുകൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിനോടകം 4 ലക്ഷം ഫോളോവേഴ്സാണ് പുള്ളിക്കാരത്തിനെ അൺഫോളോ ചെയ്ത് പോയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ ഗവൺമെൻറ് എന്ത് ചെയ്താലും, അതായത് നമുക്ക് ആർക്കും ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഇല്ല. ഗവൺമെൻറ് എന്ത് ചെയ്താലും നമ്മൾ അത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ പുള്ളിക്കാരത്തി ചെയ്ത തെറ്റിനോട് പുള്ളിക്കാരത്തിക്ക് അത് തിരുത്തണം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റാണ് എന്നുള്ള ഒരു ചിന്ത പുള്ളിക്കാരത്തിക്ക് വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കുറ്റബോധം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അത് തിരുത്തണം എന്നുള്ള ചിന്ത ഉള്ളത് അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒരു ആർട്ടിഫിഷ്യലായിട്ട്, അതായത് നമ്മൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പറയുന്നൊരു വീഡിയോ ഇല്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് യു ഷുഡ് ക്രിട്ടിസൈസ് മീ എന്ന്. ഇങ്ങനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിടുന്ന കമൻ്റ് ഒന്നും ഡിലീറ്റ് ചെയ്യരുതെന്നും നമ്മളെ ബ്ലോക്ക് ചെയ്യരുതെന്നും ചേച്ചിയുടെ PR വർക്കുകാരോട് ഒന്ന് പറയണം. കാരണം നമ്മൾ കമൻറ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കമൻ്റ് ഒന്നും കാണില്ല. അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് പുള്ളിക്കാരത്തി ഓഫ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യും. ഇത് മൂന്നിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കാറുണ്ട്. അത് പതിവാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് PR വർക്കുകാരോട് ഒന്ന് പറയണം. ആൻഡ് ഐ ഓൾസോ വാണ്ട് ടു സേ, ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങളെല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. യു ഷുഡ് ക്രിട്ടിസൈസ് മീ, ബിക്കോസ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഞാൻ ഫസ്റ്റ് ആങ്കറിങ് തുടങ്ങുന്ന സമയത്ത്, അതായത് ടേസ്റ്റ് ഓഫ് കേരള തുടങ്ങാൻ പോവാണ്, അതിൻ്റെ ഷൂട്ടിൻ്റെ അന്ന് ഇങ്ങനെ രാവിലെ 5 മണിക്ക് റെഡി ആയിട്ട് ഇങ്ങനെ സൺറൈസ് കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഡാഡി ഇങ്ങനെ റെഡി ആയിട്ട് ബാഗൊക്കെ ആയിട്ട് പോവാണ്. നമ്മൾ ഷൂട്ടിനൊരു സ്ഥലം വരെ പോകണം, ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. അപ്പോൾ ഡാഡി എൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് പറഞ്ഞു, പേർലി നീ ഇനി ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ഇനി നിന്നെ എനിക്ക് രക്ഷിക്കാൻ എപ്പോഴും പറ്റില്ല. സ്കൂളിൽ ചെറിയ പ്രശ്നം വന്നാൽ വേണമെങ്കിൽ എനിക്ക് നിനക്ക് വേണ്ടി വന്ന് വഴക്കുണ്ടാക്കാം, അല്ലെങ്കിൽ ടീച്ചറിനോട് നിനക്ക് വേണ്ടി വന്ന് സംസാരിക്കാം. പക്ഷേ ഇനി നീ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. നീ ഇനി വല്ല പ്രശ്നത്തിൽ ചെന്ന് ചാടിയാൽ അത് നീ തന്നെ ഡീൽ ചെയ്യേണ്ടി വരും. എനിക്ക് അന്ന് ഡാഡി പറഞ്ഞത് അതിൻ്റെ അർത്ഥം എനിക്ക് അത്ര മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. ഐ ഹാവ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. പുള്ളിക്കാരത്തിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് യു ഷുഡ് ക്രിട്ടിസൈസ് മീ എന്ന്. ഇങ്ങനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിടുന്ന കമൻ്റ് ഒന്നും ഡിലീറ്റ് ചെയ്യരുതെന്നും നമ്മളെ ബ്ലോക്ക് ചെയ്യരുതെന്നും ചേച്ചിയുടെ PR വർക്കുകാരോട് ഒന്ന് പറയണം. കാരണം നമ്മൾ കമൻ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കമൻ്റ് ഒന്നും കാണില്ല, അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് പുള്ളിക്കാരത്തി ഓഫ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യും. ഇത് മൂന്നിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കാറുണ്ട്. അത് പതിവാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ
അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് PR വർക്കുകാരോട് ഒന്ന് പറയണം. അപ്പോൾ ഇതാണ് പേരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.